പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ കഷ്ടതകളും ദൈവം അനുഗ്രഹമായി മാറ്റും എന്ന് ജോയിച്ചേട്ടന്റെ വചന പ്രഘോഷണത്തിലൂടെ നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദൈവം ഇടപെട്ട് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി ലോകത്തിലെ ഒരു വലിയ സാക്ഷ്യമാക്കി ദൈവം അദ്ദേഹത്തെ മാറ്റി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള നിരവധിയായ സാക്ഷ്യങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനുണ്ടാകും. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എപ്രകാരമാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതിനാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത പ്രയാസത്തിൽ അകപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുവാനും കഴിയാത്ത ഒരു വിമുഖത നമ്മളുടെ മനസ്സിൽ കുടികൊള്ളുന്നത് കൊണ്ട് ദൈവത്തിന് ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് സുവിശേഷത്തില്, സക്കേവൂസ്. ധാരാളം സക്കേവൂസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തകളിലെ സക്കേവൂസിനെ കുറിച്ച് കേൾക്കുമ്പോൾ സക്കേവൂസ് പൊക്കം കുറവായ ഒരാളാണെന്നും സിക്കമോർ മരത്തില് യേശുവിനെ കാണാൻ വേണ്ടി കയറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ സക്കേവൂസ് ധനികനും ചുങ്കക്കാരനുമായിരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തില് പറയുന്നുണ്ട്. അപ്പൊ ധനികനും ചുങ്കക്കാരനും, ചുങ്കക്കാരെ സാധാരണ മനുഷ്യർക്ക് ഇഷ്ടമല്ല. കാരണം അവര് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയവരുടെ ഇടയിൽ നിന്നും അവരുടെ ധനം മുഴുവനും അപഹരിച്ചു കൊണ്ടുപോകും, കൂടുതലും വാങ്ങും. ഉള്ളതല്ല, ഉള്ളതിൽ കൂടുതലും അവർ വാങ്ങും. അതുകൊണ്ട് ചുങ്കക്കാരെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. തന്നെയുമല്ല, ഇങ്ങനെ പറ്റിച്ചെടുത്ത സമ്പത്ത് കൊണ്ട് അയാൾ വലിയ ധനികനായി തീർന്നിട്ടുണ്ട്. ധനാഢ്യനായ മനുഷ്യർക്ക് പലതരത്തിലുള്ള പ്രത്യേകതയുണ്ട്. ചില ആളുകൾക്ക് അവർക്ക് ചിലപ്പോൾ തലക്കനം കൂടുതലായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അവര് ഒരിക്കലും എളിമയുടെ വഴികളിലൂടെ സഞ്ചരിക്കാത്തവരായിട്ടുള്ളവരുമുണ്ട്, അവരില് എളിമയുള്ളവരുമുണ്ട്. അപ്പോൾ സക്കേവൂസിന്റെ ജീവിതത്തില് അയാൾ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്രധാനപ്പെട്ട വ്യക്തികള് അവർക്കൊരു പ്രത്യേക രീതിയും പ്രത്യേകമായ ഇടപെടലുകളും ഒക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ സക്കേവൂസ് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ യേശു എതിലെയൊക്കെയാണ് സഞ്ചരിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. അങ്ങനെ സക്കേവൂസിന് യേശുവിനെ കാണണം. നമുക്കറിയാം സക്കേവൂസ് എന്ത് ചെയ്തു? സിക്കമോർ മരത്തിലാണ് ഓടിക്കേറിയത്. ധനാഢ്യനായ ഒരു മനുഷ്യനോട് നമ്മൾ ആരെങ്കിലും പറയുക, ഈ തെങ്ങയിലൊന്ന് കയറി കണ്ട് തേങ്ങ പറിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചാല് അയാൾ എന്ത് ചെയ്യും? ഇനി അങ്ങനെയൊന്നുമല്ല, കുറച്ച് അഹങ്കാരവും കുറച്ച് തണ്ടും അത്യാവശ്യം പണവും ഒക്കെയുള്ള ഒരു വ്യക്തിയോട് ഒരാൾ ചെന്ന് പറയാ, ചേട്ടാ എന്റെ തെങ്ങയിൽ കയറി 2 തേങ്ങ പറിച്ചു തരാമെന്ന് ചോദിച്ചാല് ആ മനുഷ്യൻ ആ ചോദിച്ച ആളെ എന്ത് ചെയ്യും? നീ ആരടാ എന്നെ തെങ്ങ കയറ്റാൻ വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അയാളെ അവിടെ നിന്ന് ഓടിക്കും. അപ്പോൾ ഇങ്ങനെ സക്കേവൂസിന് നല്ല അഭിമാനമുള്ളൊരു മനുഷ്യനാണ്. സക്കേവൂസിനെ കുറിച്ച് അവിടെ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. 7-ാമത്തെ വാക്യത്തില് അവൻ പാപിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ സക്കേവൂസ് അങ്ങനെയല്ല ചിന്തിച്ച്. സക്കേവൂസ് ചിന്തിച്ചത് കൊള്ളാവുന്ന വ്യക്തിയാണ് ഞാനെന്നാണ്. നമ്മളെല്ലാവരും അങ്ങനെയാ ചിന്തിക്കുക. നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക എപ്പോഴും നമ്മൾ കൊള്ളാവുന്നവരാണെന്നാണ്. പക്ഷെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുക എന്തായിരിക്കും? അവിടെയാണ് കുഴപ്പം. മറ്റുള്ളവർ സക്കേവൂസിനെ കുറിച്ച് ചിന്തിച്ചത് അവൻ പാപിയാണെന്നാണ്. അപ്പോൾ സക്കേവൂസ് ചെയ്തത് മരത്തേൽ കയറുവാനുള്ളൊരു ഉദ്യമമാണ്. നേരത്തെ തന്നെ മരമൊക്കെ കണ്ടുവെച്ചു യേശു പോകുന്ന വഴികളിലൂടെ. അതിൽ കയറുവാൻ വേണ്ടിയിട്ട് യേശു വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഓടി ഈ മരത്തെ കയറുവാണ്. നല്ല ഷർട്ടും നല്ല പാന്റും ഒക്കെ ധരിച്ച് കൂടുതൽ ആഡംബരമായിട്ടാണ് ഈ ധനികനായ വ്യക്തി നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വസ്ത്രമൊക്കെ ധരിച്ച് ഈ മരത്തേൽ ചാടിക്കേറുക എന്ന് പറയുന്നത് വലിയ അഭിമാനക്ഷതമുണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ട് നോക്കി ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി, ആരുമില്ലാത്ത തക്കം നോക്കിയാണ് സക്കേവൂസ് മരത്തെ കയറിയത്. ചില കുടിയന്മാരെ കാണുന്നില്ലേ,
ആദ്യമൊക്കെ കുടിക്കാൻ പോകുമ്പം 4 പേര് കാണുമെന്ന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ ഞാൻ കള്ള് ഷാപ്പിൽ കയറുന്നത്, ബാറിൽ കയറുന്നതെന്ന് നോക്കിയിട്ടാണ് അവർ പോകുക. കുടിച്ച് അവസാനം നാണം കെട്ടുപോയാല് പിന്നെ ഇങ്ങനത്തെ ചിന്തയിൽ ആര് കണ്ടാലും കുഴപ്പമില്ല, കൂളായിട്ട് അവര് മദ്യഷാപ്പിലേക്ക് കയറിപ്പോകും, പരസ്യമായിട്ടിരുന്ന് കുടിക്കും. പക്ഷെ സക്കേവൂസിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു മരത്തെ കയറുക എന്നുള്ളത്. അതുകൊണ്ട് മറ്റാരും കാണരുത്, ധനാട്യനാണ്, അയാള് ആ നാട്ടിലെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ആരും കാണാതെ കയറാൻ തീരുമാനിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് പോയാല് നമുക്ക് യേശുവിനെ കാണാൻ നമ്മൾ ഏത് മരത്തെ കയറണം? അതാണ് നമ്മുടെ ചിന്താ വിഷയം. സക്കേവൂസ് സിക്കമോർ മരത്തിൽ കയറി. നമുക്ക് യേശുവിനെ കാണണമെങ്കിൽ നമ്മൾ ഏതു മരത്തെ കയറണം? നമ്മൾക്ക് മുമ്പിൽ നിൽക്കുന്ന പലതരത്തിലുള്ള മരങ്ങളുണ്ട്. അവയെ കയറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള അഭിമാനം മാറ്റിവെക്കണം. സക്കേവൂസ് തന്റെ സ്ഥാനമാനം മാറ്റിവെച്ചിട്ടാണ് മരത്തേലേക്ക് കയറിയത്. ദുർചിന്തകൾ മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം മരത്തേലേക്ക് കയറുന്നത്. അങ്ങനെയുള്ള ഒരു മാനസാന്തര അനുഭവം ഉണ്ടെങ്കിലേ നമുക്കും യേശുവിനെ കാണുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന പരിപരുത്ത ജീവിത സ്വഭാവങ്ങളുള്ള ഈ മരത്തിൽ കൂടെ കയറിയിട്ട് യേശുവിനെ കാണാൻ കഴിയുകയുള്ളൂ. സക്കേവൂസും അങ്ങനെ തന്നെ കയറി, ആരും കാണാതെ ഒളിച്ചിരുന്നു. പക്ഷെ യേശു സക്കേവൂസിന്റെ മുമ്പിലെത്തിയിട്ട് പറഞ്ഞു, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, നിന്റെ ഭവനത്തിലാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്. അവിടെയാണ് ജനങ്ങൾക്കെല്ലാം പ്രശ്നമുണ്ടായത്. യേശുവിനെ അവര് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഗുരുവായിട്ട് കണ്ടു. പക്ഷെ ഈ ഗുരു, ഈ സക്കേവൂസ് എന്ന് പറയുന്ന പാപിയായ മനുഷ്യന്റെ ഭവനത്തിലേക്ക് ചെന്നത് ജനത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. യേശുവിനെ കാണാൻ സക്കേവൂസിന് പൊക്കക്കുറവുള്ളത് ആത്മീയതയുടെ പൊക്കക്കുറവാണ്. നമുക്കും യേശുവിനെ കാണാൻ പൊക്കക്കുറവുണ്ട്, അതും ആത്മീയതയുടെ പൊക്കക്കുറവാണ്. ഇങ്ങനെ യേശുവിനെ കണ്ടെത്തിയവരെ പുച്ഛിച്ചും കളിയാക്കിയും പരിഹസിച്ചും അവരുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ചു താത്തിയും സംസാരിച്ച് കടന്നു പോകുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാല് നമ്മളുടെ ദൈവത്തെ അറിയാത്ത കാലഘട്ടത്തില് ദൈവത്തെ അറിഞ്ഞവരെ പുച്ഛിക്കുകയും അവരെ കളിയാക്കുകയും അവരെ പലതരത്തിൽ അപമാനിക്കുകയും ചെയ്തുകൊണ്ട് കടന്നുപോയ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ കണ്ടേക്കാം. ഒന്ന് ചകഞ്ഞു നോക്കിയാല് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും അവരുടെ പ്രവൃത്തികളെ വിമർശിച്ചും, ഇവരൊക്കെയാണോ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നത്, ഇവരൊക്കെയാണോ പള്ളിയിലിരിക്കുന്നത്, ഇവരെ കൊണ്ടൊക്കെ എന്താ പ്രയോജനമുള്ളത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പുച്ഛിച്ച് കടന്നു പോകുന്ന മനോഭാവം പലപ്പോഴും നമ്മളുടെ ജീവിതത്തില് ധാരാളമായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ പുച്ഛിച്ച് ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും യേശുവിനെ കാണാൻ കഴിയുകയില്ല. യേശുവിനെ സ്വന്തമാക്കാനോ യേശുവിനെ അനുഭവിക്കാനോ കഴിയുകയില്ല. അങ്ങനെയുള്ളവര് നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ള സത്വചനങ്ങള്, നല്ല വചനങ്ങള്, ദൈവവചനങ്ങൾ പറഞ്ഞാൽ അവയെ നമ്മൾ വിമർശിച്ച് അവര് പറഞ്ഞവരെ കളിയാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങും. അങ്ങനെ നീങ്ങുന്നത് കൊണ്ട് ഈ ആത്മീയതയുടെ പൊക്കക്കുറവ് നമ്മുടെ ജീവിതത്തില് ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിനെ ദർശിക്കുവാൻ കഴിയുന്നില്ല. അതുതന്നെയാണ് സക്കേവൂസ് ഈ ആത്മീയതയുടെ പൊക്കക്കുറവ് ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചത്. അവന്റെ ജീവിതത്തിന്റെ എല്ലാ ദുരഭിമാനങ്ങളും വലിച്ചെറിഞ്ഞു. അവന്റെ ജീവിത അവസ്ഥയിലെ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കുന്നുണ്ട്, എനിക്ക് ഇന്നതേ ചെയ്യാവുള്ളൂ, ഇന്നതേ പ്രവർത്തിക്കാവുള്ളൂ എന്നുള്ള തീരുമാനങ്ങളെല്ലാം മാറ്റി സിക്കമോർ മരത്തിലേക്ക് കയറി. നമുക്കും നമ്മുടെ ജീവിതത്തിലെ യേശുവിനെ കൂടുതൽ അനുഭവമാക്കുവാൻ വേണ്ടി സക്കേവൂസ് സിക്കമോർ മരത്തിലേക്ക് കയറിയതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിനെ കാണുവാൻ, യേശുവിനെ ദർശിക്കുവാൻ നമ്മുടെ ജീവിതമാകുന്ന മരത്തിലേക്കൊന്ന് നമുക്കും കയറാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം. എവിടെയെല്ലാം ഞാൻ ഇനി താഴണം, എവിടെയെല്ലാം ഞാൻ എളിമപ്പെടണം, എന്റെ ജീവിതത്തിലെ കർത്താവിനെ കാണുവാൻ ഞാൻ എപ്രകാരം എളിമയുള്ള വ്യക്തിയായി തീരണം, വിനയത്തിന്റെ മാതൃക ഞാൻ സ്വീകരിക്കണം. കണ്ണുകളടയ്ക്കാം, നമ്മളെ തന്നെ പരിശോധിക്കാം. സക്കേവൂസിനെ പോലെ യേശുവിനെ കാണുവാനുള്ള അതിയായ ആഗ്രഹം നമുക്ക് നമ്മുടെ ഹൃദയത്തില് കൊണ്ടുവരാം. കൊണ്ടുവന്ന് യേശുവിനെ കാണുവാനുള്ള വലിയ തീക്ഷ്ണതയാൽ നിറഞ്ഞ് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ഈ പ്രാർത്ഥനാ ഗാനം ആലപിക്കാം. ആഗ്രഹത്തോടെ പാടാം.
ആത്മീയതയുടെ പൊക്കക്കുറവാണ്. സക്കേവൂസിന് യേശുവിനെ കണ്ടെത്താൻ കഴിയാത്തത് നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലും ആത്മീയതയുടെ വൈകല്യങ്ങളുടെ പൊക്കക്കുറവുണ്ട്. അവയെ ഓരോന്നും എടുത്തു വെച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അവൻ നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ ഏതെല്ലാം തരത്തില് ദൈവികതയെ പുച്ഛിച്ചു തള്ളിയോ അവിടെയെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പൊക്കം കുറവുകൊണ്ട് എങ്ങനെ ഞാൻ നിന്നെ കാണും? പ്രാർത്ഥിക്കുക. പൊക്കം കുറവുകൊണ്ട് എങ്ങനെ ഞാൻ നിന്നെ കാണും? അനുദപിച്ച് പാടാം. ദൈവികതയെ പുച്ഛിച്ചു തള്ളിയ ഞാൻ നിന്നെ എങ്ങനെ ദർശിക്കും? എന്റെ സ്ഥാനമാനങ്ങൾ മറക്കാം, എന്റെ ദുരചിന്തകൾ വെടിയാം. എന്റെ സ്ഥാനമാനങ്ങൾ മറക്കാം, എന്റെ ദുരചിന്തകൾ വെടിയാം. സിക്കമോർ മരത്തിന്റെ ശാഖയിൽ സക്കേവൂസ് കയറിയ പോലെ യേശുവിനെ കാണാം, എവിടെ ഞാൻ കയറണമേശുവേ. വിനയത്തിന്റെ ഒരു എളിയും എളിമയുടെ ഒരു തഴപ്പും ജീവിതത്തിൽ കൊണ്ട് തീർത്തുകൊണ്ട് നമ്മുടെ മരത്തിൽ കയറിയാൽ യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. എളിമയും വിനയവുമാണ് സക്കേവൂസിന്റെ ജീവിതത്തിലെ യേശുവിനെ കാണാൻ സാധിച്ചത്. അതുപോലെ നമ്മളും ഈ എളിമയും വിനയത്തിന്റെയും തണുപ്പും ജീവിതം കൊണ്ടു ഞാൻ തീർക്കാം. ജീവിതമാമി പാത്രവുമായി ഞാൻ നീ വരും വഴിയിൽ കാത്തിരിക്കാം. എന്റെ സ്ഥാനമാനങ്ങൾ മറക്കാം, എന്റെ ദുരചിന്തകൾ വെടിയാം. എന്റെ സ്ഥാനമാനങ്ങൾ മറക്കാം, എന്റെ ദുരചിന്തകൾ വെടിയാം. സിംഗമോർ മരത്തിന്റെ ശാഖയിൽ
സ്ഥാനമാനങ്ങൾ മറക്കാം, എന്റെ ദൂരചിന്തകൾ വെടിയാം. എന്റെ സ്ഥാനമാനങ്ങൾ മറക്കാം, എന്റെ ദൂരചിന്തകൾ വെടിയാം. എല്ലാ തരത്തിലുള്ള പദവിയും ദൈവകരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹത്തോടെ ദർശിക്കുവാൻ, യേശു അനുഭവമായി തീരുവാൻ നമ്മളിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമുക്ക് കൂടുതൽ കൃപ കിട്ടാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ചാണ്ടിയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിക്കുന്ന കർത്താവേ, സക്കേവുസ് തന്റെ ഭവനത്തിലേക്ക് അങ്ങയെ സ്വീകരിച്ചതുപോലെ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അങ്ങയുമായി വീട്ടിലേക്ക് കടന്നു പോകുവാൻ ഈ മക്കൾക്ക് ഓരോരുത്തരും കൃപ നൽകണമേ. അവിടുന്ന് ഈ മക്കളെ വിശുദ്ധീകരിച്ച് രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അസ്വസ്ഥകളിൽ നിന്നും ഇവരെ വിടുവിച്ച് അങ്ങയെ നാഥനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുവാൻ ഈ മക്കൾ കൃപ നൽകണമേ. ദൈവമേ, കൃപ ഈ മക്കൾ ഓരോരുത്തരും വന്നെറിയുന്നതിന് വേണ്ടി ദാസൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവമേ, മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അഭിഷേകം നൽകി ശക്തിപ്പെടുത്തണമേ. രോഗപീഠകളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. കൃപ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്ന ഈ നിമിഷങ്ങള് ശക്തി നിറഞ്ഞ അഭിഷേകം ഈ മക്കൾ സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി. സ്വന്തം ജീവിതത്തെ കർത്താവിന്റെ കയ്യിൽ വിട്ടുകൊടുത്തുകൊണ്ട് സക്കയോസിനെ പോലെ എളിമപ്പെട്ട് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ ആദ്യ ദൈവത്തെ ആരാധിക്കാം. അവിടുന്ന് നമ്മളെ സ്വീകരിക്കും. നമ്മൾ ഒളിച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും നമ്മളെ താഴെ ഇറക്കി നമ്മുടെ ഭവനത്തിലേക്ക് അവൻ കടന്നു വരും. അവിടെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് നൽകി നമ്മെ ശക്തിപ്പെടുത്തും. അവന്റെ സ്നേഹത്താൽ നിറയാൻ, അവനെ കാണാൻ, അവനെ നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കാൻ, എളിമ കൊണ്ട് നിറയാൻ നമുക്ക് സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കാം, ദുർചിന്തകൾ വിട്ടൊഴിയാം. മറ്റുള്ളവരെ പുച്ഛിക്കുന്നതിലൂടെ ദൈവികതയെ പുച്ഛിച്ച് കടന്നുപോയ എല്ലാ നിമിഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഈ നിമിഷം സൗഖ്യത്തിൻ്റെതാണ്, അനുഗ്രഹത്തിൻ്റെതാണ്, കൃപയുടേതാണ്, തടസ്സങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്, വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്, രോഗത്തിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്, സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതാണ്, മാനസികമായ പിരിമുറുക്കത്തിൽ നിന്ന്, മാനസികമായ സംഘർഷത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്നവനാണ് കർത്താവ്. അവനെ നമുക്ക് സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവനെ പാടി മഹത്വപ്പെടുത്താം. അവന്റെ കൃപയും അവന്റെ ശക്തിയും ഇപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കവനെ ആരാധിക്കാം. ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടെ പാടാം. തിരുവിലാവിൽ നിന്നും ഒഴുകിയ ദിവ്യദിനത്താലും ദിവ്യജലത്താലും
ഞാനും മലരായിടട്ടെ. പാപത്തിൻ ദുർഗന്ധം അകന്നിടട്ടെ, എന്റെ ക്രിസ്തുവിൻ പരിമളം നിറഞ്ഞിടട്ടെ. ഞാൻ യേശുവിൻ പരിമളം തൂകിടട്ടെ. എല്ലായിടങ്ങളിലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിമളം നമ്മളിൽ ഒഴുകുവാൻ എന്നെ വിശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ അധരങ്ങളെ ശുദ്ധീകരിക്കട്ടെ. അനേകർക്ക് വേദനയുണ്ടാകുന്ന രീതിയിൽ നമ്മൾ അധരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പുച്ഛിച്ച് ശപിച്ച് ത്യാഗി ജീവിച്ചു. അവിടെ കർത്താവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. കർത്താവിന്റെ അഗ്നി നമ്മുടെ നാവിൽ തൊടുമ്പോൾ അത് നമ്മെ ശുദ്ധീകരിക്കും. അവിടെ അനന്തമായ കൃപയും ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ ഹൃദയം ഒഴുകും. ആളുന്ന തീജനൽ കൊണ്ടൻ സ്പർശിക്കണേ, എന്റെ അന്തരംഗം മുഴുവൻ നീ കൃപയാൽ നിറയ്ക്കണമേ. ആളുന്ന തീജനൽ കൊണ്ടൻ അധരങ്ങളെ സ്പർശിക്കണേ, എന്റെ അന്തരംഗം മുഴുവൻ നീ കൃപയാൽ നിറയ്ക്കണമേ. ആത്മാവ് കൊണ്ടെന്നെ കഴുകണമേ. ഞാനും മലരായിടട്ടെ. ആത്മാവ് കൊണ്ടെന്നെ കഴുകണമേ. ഞാനും മലരായിടട്ടെ. പാപത്തിൻ ദുർഗന്ധം അകന്നിടട്ടെ, എന്റെ ക്രിസ്തുവിൻ പരിമളം നിറഞ്ഞിടട്ടെ. ഞാൻ യേശുവിൻ പരിമളം തൂകിടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലായിടങ്ങളിലും ക്രിസ്തുവിന്റെ പരിമളം ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുവിലാവിൽ നിന്നും ഒഴുകിയ ദിവ്യനിണത്താലും ദിവ്യജലത്താലും തിരുവിലാവിൽ നിന്നും ഒഴുകിയ ദിവ്യനിണത്താലും ദിവ്യജലത്താലും എന്നെ കഴുകണമേ. നാഥാ, എന്നെ കഴുകണമേ. 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 ദൈവത്തിന്റെ അനന്തമായ കരുണ നമ്മുടെ ഓരോരുത്തരുടെയും മേലെ ചെറിയുന്ന നിമിഷമാണ്. പ്രാർത്ഥനയിൽ വ്യാപരിക്കാം. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് എടുത്തുയർത്താം. ഭവനത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും, എല്ലാ നൊമ്പരങ്ങളും, ജീവിത തകർച്ചകളും അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ പൗത്രീകരിച്ചുകൊണ്ട് അവൻ നമുക്ക് അനന്തമായ കൃപകൾ നൽകുന്നവനാണ്. എത്ര കലുഷിതമായ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് നമ്മൾ കടന്നു വന്നതെങ്കിലും ഇവിടെ ആയിരുന്നു കൊണ്ട് അവനെ സ്തുതിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രശ്നങ്ങളെ ലഘൂകരിക്കും, അവൻ ഏറ്റെടുക്കും. അവിടുന്ന് ആ പ്രശ്നങ്ങൾക്കെല്ലാം വിടുതൽ നൽകി നമ്മളെ അനുഗ്രഹിക്കും. ക്ഷമിക്കാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സ്വന്തം മഹത്വവും സ്വന്തം പദവിയും മാറ്റിവെച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള വൻ കൃപാവരങ്ങൾ അവൻ നമുക്ക് നൽകും. തന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറ്റുന്ന കർത്താവിന്റെ അനന്തമായ സ്നേഹത്തിന്റെ കൈകളിലേക്ക് നമ്മെ വിട്ടുകൊടുക്കാം. ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ ദുർവാശികളോ അഹന്തതയോ ദുർചിന്തകളോ ദുർമോഹങ്ങളോ നമ്മളെ വേട്ടയാടുന്നുവെങ്കിൽ അവയെല്ലാം കർത്താവിന്റെ സന്നിധിയിലെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അവൻ നമ്മെ അനുഗ്രഹിക്കും,
അവന്റെ കൃപയാൽ നിറയ്ക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കഷ്ടതകളിൽ നിന്നും നമ്മളെ വിടുവിപ്പിക്കും. രോഗത്തിന്റെ പീഡകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. എല്ലാ തരത്തിലും അനുഗ്രഹം കൊണ്ട് നമ്മെ നിറയ്ക്കും. അനുഗ്രഹത്തിന്റെ കലവറയാണ് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. എഫ്ഫാത്തായുടെ ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥിച്ചു പോയ ആരെയും അവൻ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരു നാളും അവൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടുമില്ല. അത്രയ്ക്കും അധികമായി അവൻ നമ്മെ സ്നേഹിക്കുന്നു. അത്രയധികമായി അവൻ നമ്മെ പരിപാലിക്കുന്നു. ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ കരങ്ങളടിച്ച് ആർപ്പ് വിളിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവരും സന്തോഷത്തോടെ കരമടിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ തിരുസന്നിധിയിലാണ്. എല്ലാ ബലവും ആരോഗ്യവും സൗന്ദര്യവും ശക്തിയും അവന്റെ കൈകളിലാണ്. ഏറ്റു പറയാം. മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. ശക്തിയോടെ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ധനവും സൗന്ദര്യവും. വലിയ ആനന്ദത്തോടെ മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ധനവും സൗന്ദര്യവും. ശക്തിയും ഉപയോഗിച്ച് കരഘോഷത്താൽ അവനെ ആടിച്ചുവിക്കാം. ആർപ്പുവിളിച്ചുകൊണ്ട് അവന്റെ മഹത്വം പ്രഘോഷിക്കാം. എല്ലാ മഹത്വത്തിനും എല്ലാ ശക്തിക്കും അവകാശി ദൈവമാണ് എന്ന് അവനെ പ്രകീർത്തിച്ച് പറയാം. ജനരാശികളെ കരഘോഷത്താൽ ആർത്തുവിളിച്ചിടുവിൻ. കരഘോഷത്താൽ ഹല്ലേലൂയ. മഹത്വവും ശക്തിയും എന്നും യഹോവയെ ഉദ്ഘോഷിച്ചിടുവിൻ. ഇടിനാദം പോലെ മലവെള്ളം പോലെ ശക്തിയോടെ പെരുമഴ പോലെ മഴ പോലെ തിരയടി പോലെ തുതികളുയർത്തിടുവിൻ. ഹല്ലേലൂയ. മഴ പോലെ എല്ലാ നാമവും ദൈവത്തെ മാറ്റട്ടെ. തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. കർത്താവിന്റെ തിരുസന്നിധിയിൽ അവന്റെ മഹത്വത്തിൽ ചേർന്നവണ്ണം അവനെ പ്രകീർത്തിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ആരവം ഉയർത്തി അവനെ പ്രകീർത്തിക്കാം. ഹല്ലേലൂയ. 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 കർത്താവിൻ തിരുസന്നിധിയിൽ ആരവമായിടുവിൻ. ഹല്ലേലൂയ. ആയിരം ആയിരം നാവുകളാൽ തുതിഗീതമുയർത്തിടുവിൻ. ആയിരം ആയിരം നാവുകളാൽ ആയിരം നാവ് പോലെ നാദം പോലെ മലവെള്ളം പോലെ. നാദം
സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. മഹത്വവും തേജസ്സും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. ആഘോഷത്തോടെ കരമുയർത്തി. വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും കരമുയർത്തി. അവനെ മഹത്വപ്പെടുത്താം. അവന്റെ സന്നിധിയില് സൗന്ദര്യവും ബലവും ആരോഗ്യവും ശക്തിയും ബലവും അവിടുന്ന് നൽകുന്നു. അവന്റെ സന്നിധി വാങ്ങാൻ കരങ്ങളുയർത്തി ആരവുമുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരം ആയിരം നാമങ്ങളോടെ അവനെ സ്തുതിക്കുക. അവനെ പറ്റി പറയാൻ അവർക്ക് 1000 നാമാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? 1000 ജനരാശികളെ കരഘോഷത്താൽ ആർത്തുവിളിച്ചിടുവിൻ. ശക്തി കരവെടുത്ത് ജനരാശികളെ കരഘോഷത്താൽ ആർത്തുവിളിച്ചിടുവിൻ. മഹത്വവും ശക്തിയും എന്നും യഹോവയെ ഉദ്ഘോഷിച്ചിടുവിൻ. ഹല്ലേലൂയ. മഹത്വവും ശക്തിയുമെന്നും യഹോവയെ ഉദ്ഘോഷിച്ചിടുവിൻ. ജനരാശികളെ കരഘോഷത്താൽ ആർത്തുവിളിച്ചിടുവിൻ. ജനരാശികളെ കരഘോഷത്താൽ ആർത്തുവിളിച്ചിടുവിൻ. മഹത്വവും ശക്തിയും എന്നും യഹോവയെ ഉദ്ഘോഷിച്ചിടുവിൻ. മഹത്വവും ശക്തിയുമെന്നും യഹോവയെ ഉദ്ഘോഷിച്ചിടുവിൻ. ഗിരിനാളം പോലെ വെള്ളം പോലെ ഗിരിനാളം പോലെ മലവെള്ളം പോലെ പെരുമഴ പോലെ നീലടി പോലെ തുണികളുയർത്തിടുവിൻ. പെരുമഴ പോലെ നീലടി പോലെ തുണികളുയർത്തിടുവിൻ. മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. സന്തോഷത്തോടെ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. ആനന്ദത്തോടെ മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. ആ ബലവും സൗന്ദര്യവും. ആ ബലവും സൗന്ദര്യവും. ആ ബലവും സൗന്ദര്യവും. Praise the Lord. Hallelujah. Hallelujah. Hallelujah.